രാവിലെ മുതൽ ഈ നായായിട്ട് കറങ്ങുക. ഇതുവരെ അഡ്രസ് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ഓ, വെറുതെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുക. എവിടാണോ ഇത്? എന്തായാലും ഇവിടെ തന്നെ അങ്ങ് ഇറങ്ങിയേക്കാം. ഇത് തന്നെ ആയിരിക്കും വീട്. ഇതാണ് ഭൂമിയുടെ വീട്. ഭൂമിയാ? ഭൂമി സാറെന്ന് പറയടാ. ഇനി ആരെങ്കിലും അവന്റെ പേര് കൂട്ടി പറഞ്ഞാണ്ടല്ലോ മുഖടിച്ചാൻ പിടിക്കും. ആഹാ, ഇതൊരു വീടല്ല, കോവിൽ. ശ്രീകോവിലല്ലേ ഇത്? എന്റെ സ്വാമി ഭൂമിയേ, പുറത്തു വന്നാലും ആരാച്ചത്? അച്ഛന്റെ ഫ്രണ്ടാണ്. ബോസ്, ഞാൻ നിങ്ങളുടെ അസിസ്റ്റന്റ് ആണ് ബോസ്. എന്നെ നിങ്ങളുടെ കൂടെ കൊണ്ടു നടക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം പൂർണ്ണമായിട്ട് വിജയിക്കും ബോസ്. ഞാൻ ബോസിനെ വണങ്ങുന്നത് നീ നോക്കി നിൽക്കാതെ നീയും കൂടി ഒന്ന് തൊഴടാ. തൊഴുതെങ്കിലല്ലേ ബോസ് നമ്മളെ എടുക്കുള്ളൂ. എങ്ങനെയുണ്ട് എന്റെ നായുടെ ബോസ്? ഇല്ല, എന്നെ കമ്മിറ്റ് ചെയ്യാതെ ഞാൻ എഴുന്നേക്കില്ല. കമ്മിറ്റ്. ഇത് ആരാടാ രാവിലെ വീട്ടിൽ കയറി വന്ന ഹനുമാനെ പോലെ ഇരിക്കുന്നത്? ഒന്ന് എഴുന്നേറ്റേ. എനിക്കൊരു സഹായം വേണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ബോസ്, ഞാൻ രണ്ട് കൽപ്പിച്ച് ഇറങ്ങിയിരിക്കുക. അല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ബോഡി ഗാർഡ് കൂടെ ചേരാൻ ആരോടെങ്കിലും ചോദിക്കണോ? ബോസിന് ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ട് പറ. ഇപ്പൊ അവനെ വെട്ടിക്കൊന്ന് കുഴിച്ചു പോടും ബോസ്. ഞാൻ ചോദിക്കുന്ന കേട്ടില്ലടാ. എന്നെ വെട്ടിക്കൊല്ലട്ടെ. ഇതെന്ത് ഫാമിലി? അല്ലെങ്കിൽ തന്നെ സൗകര്യമില്ലാതിരിക്കുക. അതിന്റെ ഇടയ്ക്ക് ഇവൻ ബോംബ് സ്ക്വാഡ് ഡോഗിനെങ്കിലും ഇവിടെ കോട്ടിച്ചുപട്ടിയെ കൊണ്ടുവന്നിട്ട്. ബോസ്, ഇവിടെ നോക്ക്. എന്നെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു, എന്റെ അനിയനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞോട്ടല്ലോ. ക്ഷമിക്കില്ല ഞാൻ. നിങ്ങൾ വിചാരിക്കുന്നല്ലോ അവൻ കൊടിച്ചുപട്ടിയൊന്നും അല്ല, ട്രെയിനിങ് ഡോഗ് ആണ്. അവിടെ നിൽക്ക്, ഞാൻ നായുടെ കഴിവ് കാണിച്ചു തരാം. ഇങ്ങോട്ട് നോക്ക്, ഇതുണ്ടോ പന്ത്? ഇതാനിയാ, പിടിച്ചോ. അങ്ങനെ ഇങ്ങോട്ട് കണ്ടില്ലേ ബോസ്? ദൂരേക്ക് എറിഞ്ഞ പന്ത് ഉടനെ തന്നെ എടുത്തോണ്ട് വരുന്നത് കണ്ടോ? ഇതിന് മാത്രം 3 വർഷം ട്രെയിനിങ് കൊടുത്തത്. ബോൾ എടുത്തോണ്ട് വരാൻ എന്തിനാടാ 3 വർഷം? 1 മിനിറ്റ് പോരെ, നീ പോയി എടുത്തിട്ട് വന്നാ പോരെ? ഓ ശരി ശരി, സമ്മതിച്ചു. എന്താ ഇത്? വടിവാൾ കുമാരന്റെ അടുത്ത് ഞാൻ ജോലി ചെയ്യുമ്പോൾ എന്റെ കഴിവ് കണ്ട് പേടിച്ച് എനിക്ക് തന്ന സമ്മാനമാണിത്. അതുകൂടാതെ കല്ലൂരി ശശി തന്ന ഗിഫ്റ്റാണിത്. ഇതൊന്നും കൂടാതെ ബോംബ് ഭാസ്കരൻ എനിക്ക് സമ്മാനമായി തന്ന ഉണ്ടയാണിത്. ഉണ്ട തന്നോ? ബാംബ്. ഈ വളയം ചടക്കെന്നെടുത്ത് പടക്കെന്നറിഞ്ഞാൽ ഒരു കൂട്ടം തന്നെ ക്ലോസ്. എന്ത്? ഇത് ഊരിക്കളഞ്ഞാലോ? മഹാഭാവി, നീ എന്തിനാണ് അത് ഊരി എടുത്തത്? അയ്യോ, എന്റെ അനിയനെ എടുത്തത്. അയ്യോ, എന്റെ ദൈവമേ. ഓടിക്കോ ഓടിക്കോ. അയ്യോ, വീട്ടിൽ കയറിക്കോ. കേറി നിൽക്ക്, അകത്തോട്ട് കയറിക്കേ. പിടിച്ചോ, ബാക്കി പിന്നെ തരാം. എവിടെ പോവാ? ചെമ്മണ്ണൂർ മാധവൻകുട്ടിയുടെ വീട്ടിലെ കാവലിന് പോവാ. ഇവിടെ വന്നിരുന്നോ? ഞാൻ എഴുന്നേറ്റോളാം. വേണ്ട വേണ്ട, അത് സാരമില്ല, ഞാൻ ഇവിടെ നിന്നോളാന്നേ. അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങും. കൊച്ചിനെ ഇങ്ങനെ തന്നേക്ക്, ഞാൻ മടിയിൽ വെച്ചോളാം. സാരില്ല, നീ ഇരുന്നോ. സാരമില്ല, ഞാൻ മടിയിൽ വെച്ചോളാം. അല്ല, ആദ്യം വരാൻ പറയുന്നു, ഇപ്പം മടിയിൽ വന്നിരിക്കാൻ പറയുന്നു. എന്തിനാ മടിക്കുന്നേ? വന്നോളൂ. വേണ്ട, ബസിന്റെ അകത്ത് ഇത്രയും കൂട്ടമാണല്ലോ, ഒറ്റയ്ക്ക് വന്ന് കാണാവേ. വരാനല്ലേ പറഞ്ഞേ? ഇത് ശരിയാവത്തില്ല, കളിക്കളത്തിൽ ഇറങ്ങേണ്ടതാണ്. മടിയിൽ ഇരുത്തിക്കൊള്ളാം. വരാം. അല്ല, സുഖം തന്നെയാണോ? ഇവനെന്തിനാ ഇവിടെ വന്നടി വാങ്ങുന്നേ? ഇപ്പൊ ആരുടെ ദേഹത്താ കൈവച്ചിരിക്കുന്നറിയോ? ചെമ്മണ്ണൂർ മാധവൻകുട്ടിയുടെ വീട്ടിൽ കാവൽ നിൽക്കാൻ പോകുന്ന പോലീസുകാരുടെ ദേഹത്താ കൈവച്ചിരിക്കുന്നത്. അവിടെ ഞാൻ മാത്രമല്ല തനിച്ചു പോകുന്നത്, ദാ ആയിരിക്കുന്ന ഇൻസ്പെക്ടർ ഉണ്ട്, അദ്ദേഹത്തിന്റെ കൂടെ ഞാനും. അദ്ദേഹത്തിന് എന്തിനാ കാവൽ നിൽക്കുന്നത്? അവരുടെ ജീവനാവത്തുണ്ട്. അദ്ദേഹത്തിന്റെ ബോഡി ഗാർഡായിട്ട് സാറ് പോകുന്നു, സാറിന്റെ ജോഡിയായിട്ട് ഞാനും പോകുന്നു. അതിനിടയ്ക്കാണ് നിങ്ങളെല്ലാം കൂടെ എന്നെ അടിച്ചോണ്ടിരിക്കുന്നത്. മര്യാദക്ക് എല്ലാവരും ചേർന്ന് സാറിനോട് മാപ്പ് പറ, ഇല്ലെങ്കിൽ ഞാൻ ബസ്സിലുള്ള എല്ലാത്തിനും വെടിവെച്ച് കൊല്ലും. സാറേ, ആളറിയാതെ ടിക്കറ്റ് എഴുതിയത്. ഈ കാശ് മേടിക്കണം സാർ. പോടോ, മാറി നിൽക്ക്. തിരിഞ്ഞേക്ക്. തിരിഞ്ഞ് നിൽക്കണം. ഇനി എന്റെ പുറകെ എങ്ങാനും വന്നാലുണ്ടല്ലോ കൊന്നു.
എന്നാ ഞാൻ സാറിനെ എയർപോർട്ടിൽ പോയി കണ്ടോളാം. ശരി, എന്നാ പോയിട്ട് പോവാം. ചേച്ചി ഇത് നീ ആരാ? ഞങ്ങൾ മീരയുടെ ഫാക്ടറിയിൽ വർക്ക് ചെയ്യാം. വർക്ക് ഫാക്ടറിയിലല്ലേ? ഇവിടെ എന്താ ജോലി? അത് ഞങ്ങൾ നിങ്ങളെ കാണാൻ വേണ്ടിട്ട്. എന്നെ എന്തിനു കാണണം? അല്ല, ഞങ്ങളാരും ഇതുവരെ ഒരു ബോഡി ഗാർഡിനെ ശരിക്കും കണ്ടിട്ടില്ല. എന്ന് വെച്ചാ എന്താ കളിയൊക്കെ ആണോ? എന്നെ കണ്ടിട്ട് ഒരു കോമാളിയെ പോലെ തോന്നുന്നുണ്ടോ? ആ മീര, ഇനി ആവശ്യമില്ലാതെ ആരും കോമ്പൗണ്ടിൽ വരാൻ പാടില്ല. ഇത് എന്റെ ഓർഡറാണ്. ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് വരും. നിങ്ങളാരും ചോദിക്കാൻ. ആരാണ് ഈ അധിക പ്രസംഗി? യൂണിയന്റെ ലീഡറാണോ? ഇതെല്ലാം ഫാക്ടറി വെച്ചാ മതി, എന്റെ അടുത്ത് കാണിക്കല്ലേ. ആ എന്റെ അമ്മച്ചി, നമ്മുടെ ആള്. അയ്യോ, ഇതെവിടെ പോയി? ഇവിടെ ഉണ്ടായിരുന്നല്ലോ. എന്താ ഇവിടെ? എന്താ ബോസ് ഇങ്ങനെ ചോദിക്കുന്നത്? നമ്മുടെ മുതലാളിയുടെ മോനി ഫ്ലൈറ്റ് വരുന്നില്ലേ, അവന് സംരക്ഷണം കൊടുക്കണ്ടേ, അതിനാ വന്നത്. അതൊക്കെ ഇരിക്കട്ടെ. എന്താ മഴ പെയ്യുന്നുണ്ടോ? എന്തിനാ ഈ റെയിൻകോട്ട് ഇട്ടേക്കുന്നത്? റെയിൻകോട്ടോ? ബോസ്, ഇതൊരു പ്രത്യേകതരം ഡ്രസ്സാണ്. എന്റെ ബുദ്ധിയിലുണ്ടായ ഡ്രസ്സാണ്. മാഗ്നറ്റിക് ഡ്രസ്. മാഗ്നറ്റിക് ഡ്രസ്സോ? അതെ ബോസ്, കാന്തത്തിന്റെ ഡ്രസ്. ഈ എയർപോർട്ടിൽ ആരെങ്കിലും ഇരുമ്പ് കൊണ്ടുള്ള ആയുധം ഒളിപ്പിച്ചു വെച്ചാൽ അന്നേരം ഈ ഡ്രസ് കയറി പിടിക്കും. ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്തൊരു പോലീസാ, ശക്തിക്ക് വലിക്കും. വിട 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 വിട. അപ്പങ്ങളെമ്പാടും ഒറ്റക്ക് ചുട്ടമായി അമ്മായി ചോട്ടത് മർമോനിക്കായി. അപ്പങ്ങളെമ്പാടും ഒറ്റക്ക് ചുട്ടമായി അമ്മായി ചോട്ടത്. കാറിനകത്ത് എന്താടാ വിശേഷം? ഇങ്ങോട്ട് വേണം. ബോസ് ബോസ്, ഇനി എന്നെ ഇവിടെ ഓടിച്ചു വിടാൻ പറ്റില്ല. ഞാൻ ജോലി വെച്ച് വന്നപ്പോൾ നിങ്ങൾ എന്നെ വേണ്ട വേണ്ടെന്ന് പറഞ്ഞ് ഓടിച്ചു. ഞാനിപ്പോ വേറെ റൂട്ടിൽ വന്ന് ഈ വീട്ടിലെ മരുമകനായി. വീട്ടിലെ മരുമകനായിരുന്നു? പേടിക്കണ്ടെന്നേ. പൊന്നെ പൊന്നമ്മേ, ഇങ്ങി വന്നോ ചേട്ടാ. വാ വാ, സാറിന്റെ അടുത്ത് ഞാൻ ആരാണെന്ന് പറഞ്ഞു കൊടുത്തേ. അത് പിന്നെ ഇങ്ങേരാ എന്നെ കല്യാണം കഴിക്കാൻ പോന്ന ആള്. നിശ്ചയം കഴിഞ്ഞ ഉടനെ തന്നെ സാറിനെ ഞാൻ പരിചയപ്പെടുത്തി കൊടുത്തായിരുന്നു. ഇങ്ങനെ ഉടനെ സാറ് ഡ്രൈവറായിട്ട് ജോലിയും കൊടുത്തു. എല്ലാം പോയി. പോയെന്നോ? എന്ത് പോയി? എന്ത് പോയി? മതി മതി, ആ വാ അടക്ക് തങ്കപ്പ. ഓടിയാടേ, നിങ്ങളെ സാറ് വിളിക്കുന്നു. നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ കണ്ണിലുണ്ണിയായ നമ്മുടെ ചീറ്റപ്പുലി സ്വന്തം ലീഡറിനെ നിങ്ങളുടെ അനുവാദത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ്. ഹലോ ഹലോ അളിയാ. അവന്റെ ഹലോ മാലയായിരുന്നോ? ഞാൻ ഏതോ ആർച്ചാന്ന് വിചാരിച്ചു. സോറിടാ. ഇത്രയും വലിയ സാധനമാണ് എന്റെ തരുന്നേ. വിവരം വേണ്ടേ? എന്റെ സൈസിനൊരു റോസാപ്പൂ തന്നെ വലുതാ. ആ ശരി ശരി, വേഗം എടുക്ക്. ആരേലും തട്ടി വീതി ചാകും. എടുക്കടാ. അയ്യോ, ഇതെന്താ മലയോ? ആരാണത്? വെയിറ്റ് വെയിറ്റ്, ഞാൻ പറഞ്ഞതിന് ശേഷം മാത്രം ഇറങ്ങിയാൽ മതി. എവറിത്തിങ് ഈസ് സേഫ്. പ്ലീസ് കം ഓൺ. അയ്യോ, ഞാൻ അപ്പഴേ പറഞ്ഞതല്ലേ ഈ വേഷമൊന്നും വേണ്ടെന്ന്. ഇത് കണ്ടോ, എല്ലാവരും എന്തോ പോലെ നോക്കുന്നത്. നോക്കട്ടെ. ഞാൻ നിങ്ങളുടെ ബോഡി ഗാർഡാന്ന് എല്ലാവർക്കും മനസ്സിലാകട്ടെ. അതിനല്ലേ ഈ യൂണിഫോം. ഹലോ, നീ യൂണിഫോം ധരിച്ചോണ്ടല്ലേ കോളേജിൽ പോയത്? യെസ് മാഡം. പറഞ്ഞ എല്ലാ കാര്യം ഓർമ്മയുണ്ടല്ലോ. ഇപ്പൊ നീ എവിടെയാ? കോളേജ് ക്യാമ്പസിൽ എത്തിയില്ലേ? ആ എത്തി മാഡം. മീരയും മിത്രയും ക്ലാസ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അവരുടെ പുറകെ പോകുന്നു. ഓക്കെ മാഡം. സ്റ്റുപ്പിഡ്, ഫൂൾ, നോൺസെൻസ്. എന്താടാ, ലേഡീസ് ടോയ്ലറ്റിന്റെ അകത്താണ് നിനക്ക് ഡ്യൂട്ടി? സാർ, അത് പിന്നെ നോ മോർ എക്സ്പ്ലനേഷൻ. നീ അറിഞ്ഞോണ്ട് തന്നെയാ പോയെ. ഇതിനു മുമ്പ് നീ പഠിച്ച കോളേജിൽ നീ ഒരു റൗഡിയാണെന്ന് എല്ലാവരും എന്നോട് പറഞ്ഞു. എന്നിട്ടും എന്തിനാ നിനക്ക് ഈ കോളേജിൽ അഡ്മിഷൻ തന്നതെന്ന് അറിയാമോ? നിന്റെ മാർക്ക് ലിസ്റ്റ് കണ്ടിട്ടാ.
അന്ന് അടിപിടിക്കൊന്നും പോകാതെ മര്യാദക്ക് എക്സാം എഴുതിയിരുന്നെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ ഫസ്റ്റ് റാങ്ക് കിട്ടില്ലായിരുന്നോ? ഇപ്പൊ പോലും നിനക്കൊരു റാങ്ക് കിട്ടാനായിട്ട് നല്ല ചാൻസ് ഉണ്ടടാ. ഇതൊരുമാതിരി ആകാശത്ത് ആണിയടിക്കുന്ന പരിപാടിയാണല്ലോ. ആ ഒരൊറ്റ കാരണം കൊണ്ട് മാത്രം നിന്നെ ഡിസ്മിസ് ചെയ്യാതെ ക്ഷമിച്ചു വിട്ടേക്കുന്നത്, മനസ്സിലായോ? ഇനി ഡ്യൂട്ടി കിട്ടിന്ന് പറഞ്ഞ് ലേഡീസ് ടോയ്ലറ്റിൽ അങ്ങനെ പോയാ സാറ് പറയാതിന് ഞാൻ പോവില്ല അവിടേക്ക്. എങ്കിൽ പോക്കോ. എങ്ങോട്ടാ? ടോയ്ലറ്റിലാണോ? ക്ലാസ്സിലേക്ക് പോടാ, ഇന്റലിജന്റ് ഫോൺ. അയ്യോ, ഇവൻ കാരണം ഈ കോടതിയിൽ പെമ്പിള്ളേരെല്ലാം പോവെന്നാ തോന്നുന്നത്. ഇതിന്റെ കുറവും കൂടി ഉണ്ടായിരുന്നുള്ളൂ. ഭൂമി അവിടെ ഇരിക്കേ. Sit down please. Sit down. എടോ, നിന്നോടാ ഇരിക്കാൻ പറഞ്ഞ്. സോറി സാർ. എന്താ മൂലക്കുരു ഉണ്ടോ? നോ സർ. Then I am not supposed to sit, sir. I am a bodyguard. Bodyguard ഇരിക്കില്ല സർ. Silence. ബോഡിഗാർഡോ? ആർക്ക് വേണ്ടി? സാറിന്റെ പേരെന്ന് കേട്ടാ കൊള്ളായിരുന്നു. എന്താ? ഭൂമിനാഥൻ സർ. ഓ, ഇഫ് യു ആർ ബിക്കമിംഗ് ടു സ്മാർട്ട്, സ്റ്റേ ഔട്ട് ഓർ സിറ്റ് ഡൗൺ. ഭൂമി പ്ലീസ്. സോറി. താഴേക്കല്ലേ പൊട്ടിപ്പോവും. കുറച്ച് നീങ്ങിടാ. Okay, a long time before the emergence of feminism, a protagonist said, "The man has no children, only women have children. When we child us, world become woman's." Mire, who is the protagonist? Come on, explain the contact. സർ, അത് ക്ലാസ് എടുക്കുമ്പോൾ ശ്രദ്ധ ഇവിടെ ഉണ്ടാവണം. എങ്ങോട്ടെങ്കിലും നോക്കിയിരുന്ന എങ്ങനെ മനസ്സിലാവാനാ? കോളേജിൽ പഠിക്കാൻ വരുവാണോ അല്ലെ ഫാഷൻ പരേഡിന് വരുവാണോ? ബഫൂൺ. Tell me, who is the protagonist? Sir, these are the last words of the captain, the protagonist of the plane. For the buyer, the Steinbeck. Silence. നിന്നോട് ആരാ ചോദിച്ചത്? നിന്റെ പേര് മീര എന്നാണോ? ആര് പറഞ്ഞാലും എന്താ സാർ? സാറിന് ആൻസർ മാത്രം കിട്ടിയ പോരെ? You shut up and get out. I say get lost. Sir. Mire, you sit down. Then today I am going to start. മീരയ്ക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വന്ന ഇവന്റെ നമ്മൾ എങ്ങനെയാ രക്ഷപ്പെടുന്നത്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ആ ഭൂമിയായിട്ട് എങ്ങനെയെങ്കിലും കൂട്ടുകൂടെ. ഒരിക്കലും അത് നടക്കില്ല. മീരെ, നീ വിചാരിക്കുന്നവനെ ഇവനെ നമ്മുടെ വഴിക്ക് കൊണ്ടുവരണമെങ്കിൽ ഞങ്ങൾക്ക് പറ്റില്ല. ഗേൾസ്, നിങ്ങളെ കൊണ്ട് മാത്രമേ കഴിയൂ. ലവ്. യെസ്, ചുമ്മാ ട്രൈ ചെയ്ത് നോക്ക്. ഞങ്ങളൊക്കെ ജീവനോട് ഇരിക്കുന്നത് നിനക്ക് ഇഷ്ടല്ലേ? നേരെ പോയി ഐ ലവ് യു എന്ന് പറയാൻ ഞാൻ പറഞ്ഞോ? ഫോണില്ലേ? എന്നെ എത്ര പെണ്ണുങ്ങൾ ഫോണിൽ വിളിക്കാറുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഒരുത്തിക്ക് പോലും ഞാൻ ആരാണെന്ന് അറിയത്തേ ഇല്ല. അതാണ് ഫോൺ പ്രേമത്തിന്റെ പ്ലസ് പോയിന്റ്. ഒന്ന് ചുമ്മാ ഇരിക്കെ. അങ്ങനെ ലവ് ചെയ്തൊന്നും അയാളെ മാറ്റണ്ട. ആദ്യം ആ യൂണിഫോം മാറ്റാനുള്ള ഐഡിയ പറഞ്ഞതാ. അത് മതി. ഐഡിയ? ബോസിന്റെ യൂണിഫോം കണ്ടിട്ട് എന്റെ കണ്ണ് ചിമ്മുന്നു. ഇതിടാനുള്ള ഭാഗ്യമോ എനിക്കില്ല. തേക്കാനുള്ള ഭാഗ്യമെങ്കിലും എനിക്ക് തന്നൂടെ? വേണ്ട ബോസ്, നിങ്ങൾ പോയി കുളിച്ചിട്ട് ആഹാരം കഴിക്കും ബോസ്. ആ സമയം കൊണ്ട് ഞാൻ വേറെ വല്ല ജോലി തന്നെയല്ലേ ചോദിച്ചത്. പോയി കിടന്നുറങ്ങണ. ജോലി ചെയ്യാൻ എന്നെ സമ്മതിക്കില്ല അല്ലേ? ഇതെന്താ പൊറോട്ട അടിക്കുവാണ്? ഇതിനു മുമ്പ് ബോസ് പൊറോട്ട അടിക്കാനായിരുന്നായിരിക്കും അല്ലേ? അയ്യോ എന്റെ അമ്മേ, അടി കിട്ടുന്ന ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഉണ്ട്. ഇനി ഞാൻ വളരെ ശ്രദ്ധിച്ചു തന്നെ നടക്കണം. എന്താ ഒരു കരിഞ്ഞ നാറ്റം വരുന്നത്? അവനെന്തെങ്കിലും സംഭവിച്ചോ? അയ്യോ, ഇതാരായിരിക്കും ചെയ്തത്? ഈ കൊലച്ചത് ചെയ്തവനെ എനിക്കൊന്ന് കാണിച്ചതാ ദൈവമേ. എന്ത് പറ്റി? ആര് ബഹളം ഉണ്ടാക്കുന്ന? നിന്റെ തോന്നിവാസത്തിന് തീരുമാനം ഉണ്ടാക്കൂടാ. മാറടാ. എന്തിനാടാ നീ ഇങ്ങനെ ചെയ്തത്? നിന്നെ ഇന്ന് ഞാൻ ശരിയാക്കൂടാ. ഒന്ന് നിർത്തുന്നുണ്ടോ? എന്ത് തങ്കപ്പ ചേട്ടാ, ഉരുണ്ട് കളിക്കുന്ന സമയം അത്? ഞാൻ ആരോടെ വഴക്കുണ്ടാക്കിയത്? ഇങ്ങേരാണ് തേപ്പൊട്ടി എടുത്ത് എന്റെ ചന്തയ്ക്ക് വെച്ചത്. നോക്ക് ഇത് നോക്ക്, കണ്ടില്ലേ? എല്ലാരും നോക്ക്, കണ്ടോ?
പൊള്ളിക്കാൻ ഈ സ്ഥലമാണോ കണ്ടത്? നാണം കെട്ടവനെ, പെണ്ണുങ്ങളെ കാണിക്കാനുള്ള സ്ഥലമാണോടെ? ഞാനല്ല ഊരിട്ടാണ് കാണിച്ചത്, നിൽക്കുന്നതിലുണ്ടായിരുന്നല്ലോ. ഞാൻ ഒന്നും ചെയ്തില്ല മോളെ, അവിടെ അനങ്ങാതെ കിടക്കുമായിരുന്നു ഞാൻ. ബോസ് ആ പഴുത്ത തേപ്പട്ടി എടുത്ത് എന്റെ ചന്തയ്ക്ക് തേച്ച് പിടിപ്പിച്ചു. ഒന്നും ചെയ്തില്ലെന്നോ? പിന്നല്ലാതെ. പറഞ്ഞതല്ലേ തേക്കണ്ട. പിന്നെ എന്തിനാണ് ഇങ്ങനെ ചെയ്തേ? എന്ത് ചെയ്തത്? കണ്ടോ എന്താ അവൻ കാണിച്ചു വെച്ചിരിക്കുന്നെന്ന്. ഇതിട്ട് കൊതി തീർന്നെങ്കിൽ കൂടെ സാരമില്ല. അവനിത് ദ്വാരമായിട്ട് ഒന്നിനും കൊള്ളാതാക്കിയില്ലേ ഇഡിയറ്റ്. അതെ ഇഡിയറ്റ്. ഇതിന് തൊളയിട്ട് ആരാന്ന് എനിക്കറിയണം. അതറിയാതെ ഞാൻ അടങ്ങില്ല. നീ തന്നെയാണ്. ഞാനോ ഉറങ്ങിക്കിടന്ന് ഞാൻ എങ്ങനെയാണ് ഇതിൽ തൊളയിടുന്നത്? സോമനാംബുലിസ. ബോസ്, എന്നെ തനിയെ കൊണ്ടുപോയി അപമാനിച്ചാലും ഞാൻ സഹിക്കും. ഇത് കുറച്ച് കൂടിപ്പോയി. പക്ഷെ ഈ പെമ്പിള്ളേരുടെ മുന്നിൽ വെച്ച് എന്നെ ഇങ്ങനെ നാണം കെടുത്തിയാലുണ്ടല്ലോ, എനിക്ക് ബോസിനോടുള്ള സകല ബഹുമാനം. സോമനാംബുലിസം എന്ന് പറഞ്ഞാൽ ഉറക്കത്തിൽ നടക്കുന്ന ഒരു രോഗമാണ്. എനിക്കോ മതിയാക്കാൻ ഒരു പാന്റ് കത്തിപ്പോയെന്നാണോ ഈ ബഹളം? നാളെ ഞാൻ കോളേജിൽ എന്താണ് ഇടുന്നത്? അയ്യോ, ഇതന്നെ ഇടണമെന്നുണ്ടോ? വേറെ പാന്റ് ഒന്നും ഇല്ലേ? ഇതെന്റെ യൂണിഫോം അല്ലേ? യൂണിഫോം ഇട്ടോണ്ട് പോവാൻ ഇയാൾ എന്താ LKG വലിയ LKG പഠിച്ചിട്ട് എന്ത് പ്രയോജനം? മറ്റുള്ളവന്റെ ചന്തയിൽ തേപ്പിട്ട് വെച്ച് പൊള്ളിക്കുന്നതാണോ പഠിച്ചത്? വാട്ട് ഈസ് ദിസ്? ഇംഗ്ലീഷ് അറിയില്ല. ലൈറ്റ് ഓഫ് ചെയ്തിട്ട് കിടക്കാൻ നോക്ക്. നീ വാ. ഇന്നത്തോടെ യൂണിഫോമിന്റെ പണി. നീ എന്താ നോക്കുന്നേ? അല്ല, വേറൊരു തേപ്പോട്ടി ഉണ്ടായിരുന്നല്ലോ, അത് കാണുന്നില്ല. എന്താ വേറൊരു തേപ്പോട്ടി? ദാ ഇങ്ങോട്ട് നോക്കിക്കേ. തോള 2 ഉണ്ട്. തേപ്പോട്ടി ഇവിടെ ഒരെണ്ണമല്ലേ ഉള്ളൂ. മറ്റേതെവിടെ? നോക്കിക്കേ, കട്ടിലിനടിയിൽ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടോന്ന്. എന്താ ഇത്? ചൂടാവാതെ. തീയിൽ കുരുത്തതെല്ലാം എന്നെ പോലെ വെയിലത്ത് വാടില്ലെന്ന് തുഞ്ചത്തെഴുത്തച്ഛൻ എഴുതിയത് അറിയില്ലേ ബോസ്? വാത്മീകിയാണോ കുഞ്ചൻ നമ്പ്യാരാണോ? അയ്യോ പാപം, ബോസിനാകെ കൺഫ്യൂഷൻ ആയല്ലോ. അയാളും എന്നെ ഉറക്കത്തില്ല, ഇവളും എന്നെ ഉറക്കത്തില്ല. കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടടി, നിന്നെ കാണിച്ചു തരാം. മീര, മിത്രേ, കഥ ഒന്ന് തുറന്നേ. എന്താ നിനക്ക് പറ്റിയേ? എന്തിനാ ഒച്ച ഉണ്ടാക്കുന്ന? അങ്ങോട്ട് വന്നീ കാണിക്കാം. എന്താ ഇവൾക്ക് പറ്റിയേ? അങ്ങോട്ട് നോക്ക്. ഉറക്കപ്പിച്ചയിൽ അളവ് ശരിക്കും എടുത്തില്ലെന്ന് തോന്നുന്നു. കുറച്ച് ലൂസായി പോയി. ഇത് തന്നെ ആ തയ്യക്കടക്കാരനും പറഞ്ഞത്. നിങ്ങൾ എന്റെ ബോസ് ആണോ അതോ ലൂസ് കേസാണോ? ഈ പുതിയ യൂണിഫോം ഏതാ? ഇതെവിടെ നിന്ന് കിട്ടിയതാ? വന്നതോ രായ്ക്ക് രാമാനം പോയി തയ്ച്ചോണ്ട് വന്നതാ. മതി ഇതുവരെ റെഡി ആയില്ലേ മിത്ര? ഫാസ്റ്റ് ഹരിയപ്പ് വേഗം പുറപ്പെടാൻ നോക്ക്. എടി പൊന്നമ്മേ, ഇനി വന്നേ. ബോസ് പറയുന്നത് കേട്ടില്ലേ? വേഗം പോയി കറിയപ്പെടുത്തോണ്ട് വാ, എന്നിട്ട് നമുക്ക് പല്ല് തേക്കാം. അയ്യോ, അറിയില്ലെങ്കിൽ സംസാരിക്കരുത്. അത് കറിയപ്പല്ല, ഹരിയപ്പ്. ഹറിയപ്പ് എന്ന് വെച്ചാ വേഗം വരാന്നർത്ഥം. വേഗം വരാൻ. നിക്ക്. വേഗം വരാൻ എന്ന് പറഞ്ഞാൽ നീ ഉടനെ അവന്റെ പുറകെ ഓടി. ഇപ്പൊ ഞാനാണ് ഇതിനോട് പറയുന്നത്. ഇതിലെ കൂടെ ഹറിയപ്പ്. ദൈവമേ, ഓടി. എടാ അങ്ങോട്ട് നോക്കടാ മീരേ. ദേ ഒരു അന്തം നിന്റെ പുറകെ വരുന്നത് കണ്ടില്ലേ? അവന്റെ കയ്യെ പിടിച്ചോ, അല്ലെങ്കിൽ അവൻ എവിടെയെങ്കിലും ചെന്ന് ഇടിക്കും. ഇവനൊക്കെ എവിടുന്ന് എടുത്ത് മാറ്റ്. നോ, ഞാനിത് ഊരി കഴിഞ്ഞാൽ വാച്ച് ചെയ്യുന്ന എല്ലാവർക്കും മനസ്സിലാവും. എവരിബഡി വിൽ നോ. ഇവൻ അറിയാതെ എസ്കേപ്പ് ആവുന്നത് എങ്ങനെയെന്ന് ഞാൻ കാണിച്ചുതരാം. അയ്യോ, നമസ്കാരം. എടി മീരെ, എത്ര നേരമായിട്ട് നിന്നെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക? അതൊക്കെ പിന്നെ പറയാം, ആദ്യം നീ കൊടുക്ക. ഇതാ. സ്തോത്രം. അല്ല അതല്ല അല്ലേ? അലൈക്കും അസ്സലാം. അതിനിടയ്ക്ക് പോയി കഴിഞ്ഞല്ലോ. മിത്ര, മീര എവിടെ? അകത്തുണ്ട്, ഇപ്പൊ വരും. മീര, മേ ഐ കം ഇൻ? മീര, മീര, ഇതെവിടെയാ പോയത്? സാറെപ്പോഴാ വന്നേ? ഇരിക്കട്ടെ, എല്ലാം വെച്ചേ. ഞാൻ പിന്നെ വന്ന് വാങ്ങിച്ചോളാം. എനിക്കിപ്പോ ഡ്യൂട്ടിയാണ് മുഖ്യം. മീരാസ് മിസ്സിംഗ് സർ. എപ്പോ നോക്കിയാലും ലേഡീസ് ടോയ്ലറ്റിന്റെ അകത്താണല്ലോ ഇവൻ. അങ്ങനെ എന്താ ഇവിടെ ഉള്ളത്? ഇല്ല, കണ്ടില്ല. സോറി. നല്ല കാര്യം, വേറെ ആരും കണ്ടില്ല. ഗുഡ് നൈറ്റ്. താങ്ക് യു. ഗുഡ് നൈറ്റ്. മതി, ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. ഇനി പോയി കിടക്കാൻ നോക്ക്. മിത്രേ, നാളെ രാവിലെ 4 മണിക്ക് രണ്ടുപേരും കൂടെ ഉണ്ടാവണം. അയ്യോ, പിന്നെ തിരിച്ചു പോകണോ? ഇരിക്ക്, നമ്മുടെ കല്യാണം കഴിഞ്ഞാലും ഇങ്ങനൊക്കെ തന്നെ. സാരമില്ല, ഞങ്ങൾ ഇപ്പൊ തന്നെ എഴുതിക്കോളാം. പറഞ്ഞു തീർത്തോളൂ.
പറഞ്ഞ മനസ്സിലായില്ലേ? നോട്ട്സ് എടുക്കുമ്പോ ഉറങ്ങി ഉറങ്ങി വീഴുവാ. എന്താ അവിടെ ഒരു നോട്ടം? പോയി കിടക്ക്, നാളെ രാവിലെ നോക്കാം ബാക്കി. അയ്യോ കട അടച്ചു, വാ നമുക്ക് പോയി കിടന്ന് ഉറങ്ങാം. പൊക്കോ. നീ ഇതുവരെ ഉറങ്ങില്ല? എന്തിന്? പഠിക്കാത്ത എനിക്ക് ക്ലാസ് എടുക്കുന്നതിന് വരും, പഠിച്ച അവർക്ക് എന്തിനാ ക്ലാസ് എടുക്കുന്നത്? വെറുതെ എല്ലാരും കഥ അടച്ചല്ലോ. അയ്യോ തുറക്ക്. നല്ല കാര്യം, ഏതായാലും പൂട്ടാൻ മറന്നത് നന്നായി. ഈ അച്ഛന്റെ പണിയുണ്ടോ? ഞാൻ ആ ഭൂമിയെ ഒന്ന് കൂട്ടുപിടിക്കാൻ നോക്കുമ്പോഴാ അച്ഛൻ വേഗം വന്ന് മാസ്റ്റർ ആക്കിയത്. മാസ്റ്റർ അല്ല, ഹെഡ് മാസ്റ്റർ. വന്ന തുടക്കത്തിൽ എന്ത് പൊന്നുപോലെ നോക്കിയത് തന്നെ. ഇപ്പൊ കണ്ടോ, മിലിറ്ററി ഓഫീസറെ പോലെ റൂൾസ് ആൻഡ് റെഗുലേഷൻസും. അറ്റ്ലീസ്റ്റ് കുറച്ച് ചിരിച്ചൂടെ അയാൾക്ക്? ഹേയ് അവിടെ നിക്ക മിത്രേ, ഭൂമി എങ്ങനെയെങ്കിലും നമ്മുടെ വഴിക്ക് കൊണ്ടുവരണം. അതിനൊരു ഐഡിയ പറ. നീ ഈ ഭ്രാന്തൊക്കെ കളഞ്ഞിട്ട് പോയി കിടക്കാൻ നോക്ക്. രാവിലെ 4 മണിക്ക് എഴുന്നേക്കാനുള്ളതാ. നീ വിചാരിക്കുന്ന പോലെ അയാളെ ആർക്കും മാറ്റാനൊന്നും കഴിയില്ല. അത്രയും ഗേൾസിനെ മുന്നിൽ വെച്ചല്ലേ പക്രു എന്ന് പറഞ്ഞത് ഫോണില് ഭൂമിയെ വളച്ചെടുക്കാൻ. ആരെങ്കിലും ട്രൈ ചെയ്തായിരുന്നോ? എന്തുകൊണ്ട് ചെയ്തില്ല? വളയ്ക്കാൻ പോയിട്ട് അയാളുടെ മുന്നിൽ പോയി നേരെ നിൽക്കാനുള്ള ധൈര്യം പോലും ആർക്കും ഇല്ല. എന്നാ ഞാനൊന്ന് ട്രൈ ചെയ്തല്ലോ. നീ എന്ത് ട്രൈ ചെയ്യാൻ പോവാ? ദേ ഉള്ള വില കളയാൻ നോക്കണ്ട, പറഞ്ഞേക്കാം. അതിന് ഞാനാന്ന് അറിഞ്ഞാലല്ലേ. നീയാണെന്നറിയാതെ പിന്നെ എങ്ങനെയാ നടക്കാൻ പോന്നെ? ദാ ഈ ഫോണില്ലേ, ഇത് കോളർ ഐ ഡി റെസ്ട്രിക്ട് ചെയ്യും. ഇതിന്ന് വിളിച്ചാ ഫോൺ നമ്പർ അറിയില്ല, പ്രൈവറ്റ് നമ്പറിനെ വരൂ. അപ്പൊ എന്നെ കണ്ടുപിടിക്കാൻ പറ്റില്ലല്ലോ. നിന്റെ വോയിസ് കേട്ടാ മനസ്സിലാവില്ലേ? അതിന് ഞാൻ വേറെ വോയിസ് സംസാരിച്ച പോരെ? വേറെ ശബ്ദത്തിലോ? അതെങ്ങനെയാടി? ഹലോ ഭൂമിനാഥൻ, ഞാൻ നിങ്ങളുടെ ഒരു ഫാനാണ്. ആർ യു ഫ്രീ നൗ? എന്താ ഈ ശബ്ദം എന്റെ ആണെന്ന് മനസ്സിലാവുന്നുണ്ടോ? ഇല്ല, ഒട്ടും മനസ്സിലാവുന്നില്ല. എങ്ങനെയാടി ഇങ്ങനെയൊക്കെ? അതൊക്കെ ഉണ്ട്. മീരെ വേണ്ട, കളിക്കണ്ട കേട്ടോ, പിന്നെ പ്രശ്നമാവും. എന്താ പ്രശ്നം? നീ ആരോട് ഇതിനെ കുറിച്ച് പറയണ്ട. ഇതെന്താ പ്രൈവറ്റ് നമ്പർ? ഹലോ ഹലോ ഹലോ, എന്താ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? ഹലോ. എടി മീരെ, ഹലോ, ആരാ ഇത്? ഹലോ ചോദിച്ച കേട്ടില്ലേ? ആരാ വിളിക്കുന്നേ? ഹലോ. ഫോൺ എടുത്ത് ദൂരെ വെറുതെ. ആരാ? ഭൂമിനാഥൻ. ഏത് ഭൂമിനാഥൻ? ബോഡി ഗാർഡ് ഭൂമിനാഥൻ. ബോസ്, നിങ്ങളുടെ കാര്യമല്ല ചോദിച്ചത്, ഫോണിൽ ആരാണോ ചോദിച്ചത്? അത് തന്നെയാ ഞാനും ചോദിച്ചത്, പറഞ്ഞാലേ അറിയുള്ളൂ. നമ്പർ വന്നിട്ടില്ലേ? തിരിച്ചു വിളിച്ച് ചോദിച്ചാ പോരെ? നമ്പർ ഒന്നും വന്നില്ല. നമ്പർ വരാതെയാണ് അപ്പൊ കോൾ വരുന്നത്. എന്നാ മിണ്ടാതെ കിടന്നു. നമ്പർ വന്നിട്ട് നമുക്ക് വിളിക്കാം. ബോസിന്റെ സൗണ്ട് വീണ്ടും കേട്ട് മിണ്ടാതിരുന്നാൽ അത് നമുക്ക് രണ്ടുപേർക്ക് നാണക്കേടാ. അതുകൊണ്ട് ഞാൻ സംസാരിക്കാം. ആരുടെ അടുത്ത കളി? ഹലോ ഹലോ ബോസ്, ഒരു പെണ്ണാ സംസാരിക്കുന്നത്. പെണ്ണാണെന്നോ? ഏത് പെണ്ണ്? അത് ഏത് നമ്പറിൽ നിന്നാ വിളിക്കുന്നത് ചോദിക്കാം. ഹലോ, നിങ്ങൾ ഏത് നമ്പറിൽ നിന്നാ വിളിക്കുന്നത്? നിങ്ങൾക്ക് ആരെ വേണോ? ഇത് ഭൂമിനാഥന്റെ നമ്പർ അല്ലേ? ഫോൺ അദ്ദേഹത്തിന്റെതാണ്, പക്ഷെ ടോൺ എന്റേതാണേ. നീ ആരാ മോളെ? ലവ. ബോസ്, ലവറാ ബോസ്. നിന്റെ ലവർ എന്തിനാണ് എന്റെ ഫോണിൽ വിളിക്കുന്നത്? എന്റെ ലവർ അല്ല, ഇത് നിങ്ങളുടെ ലവറാ സംസാരിച്ചോണ്ടിരിക്കുന്നത്. എനിക്ക് ആരാടി നീ? നീ എന്താ ഫോണിൽ വിളിച്ച് കളിയാക്കാ? പല്ലടിച്ചാൻ താഴെയിടും. വെക്കടി ഫോൺ. ബോസ്, ഇത് തേങ്ങയൊന്നുമല്ല, ഉടക്കരുത്. ഇത് സെൽഫോണ് ബോസ്. ഇത് കണ്ടുപിടിക്കാൻ ഏബ്രഹാം ലിങ്കൺ എന്ത് കഷ്ടപ്പെട്ടെന്ന് അറിയാവോ? ഏബ്രഹാം ലിങ്കൺ ആണോ അബ്ദുൽ കലാം ആണോ? അയ്യോ പാവം, പുള്ളി കൺഫ്യൂസ് ആയി. രാവിലെ ചോദിക്കും. കളഞ്ഞില്ലേ? ഇപ്പൊ ഞാൻ ചായ ചോദിച്ചോ ഈ സമയത്തെങ്ങാണ്? അതാണ് ബോസ് ഇവളുടെ പ്രത്യേകത. ഇതുപോലെ കറക്റ്റ് ആയിട്ട് ജോലി ചെയ്യുന്നോണ്ട് സാർ ഇവളെ ആ വീട്ടിൽ പ്രഗ്നന്റ് ആക്കിയത്. അറിയോ? എന്താ പ്രഗ്നന്റോ? അയ്യോ, അത് പ്രഗ്നന്റ് അല്ല, പെർമനന്റ്. പ്രഗ്നന്റ് എന്ന് വെച്ചാ ഗർഭിണിയാണോ? ഗർഭിണിയെന്നാണോ? ശരി, പൊക്കെ. ഇതെല്ലാം സാറിന്റെ മുമ്പിൽ വെച്ചാണ് പറയുന്നത്. എന്നോട് തനിച്ച് പറഞ്ഞാ പോരായിരുന്നു. ഇംഗ്ലീഷ് മാനക്കേടാണല്ലോ ഉണ്ടാവുന്നത്. എടാ തങ്കപ്പാ. എന്താ ബോസ്? ഇന്നവള് സ്വപ്നത്തിൽ വന്നു. എന്റെ ഭാര്യ സാറിന്റെ സ്വപ്നത്തിൽ വന്നോ? എടി, നമ്മുടെ കല്യാണം നിശ്ചയിച്ചിട്ട് സാറിന്റെ സ്വപ്നത്തിൽ പോകണം. അവളല്ലടാ, അമ്മക്കുട്ടി. അമ്മക്കുട്ടിയാണോ? ഞാൻ നന്നായിട്ടൊന്ന് പേടിച്ചു പോയി. അല്ല ബോസെ, അമ്മക്കുട്ടിയുടെ മുഖം നന്നായിട്ട് കണ്ടായിരുന്നോ? എവിടെ കാണാനാ? സമ്മതിച്ചോ പൊന്നമ്മ? കൃത്യസമയത്ത് വന്ന് എഴുന്നേപ്പിച്ചില്ലേ അവള്? എഴുന്നേപ്പിച്ച് വിട്ടെന്നോ? അപ്പൊ ബോസ് ഉറക്കമായിരുന്നല്ലേ? എന്താ ബോസ് ഇത്? അമ്മക്കുട്ടി വരുമ്പോഴെങ്കിലും ഉണർന്നിരിക്കാൻ മേലെ.
ഉറങ്ങുമ്പോഴാടാ സ്വപ്നം കാണുന്നത് കരിമ്പൂച്ച കഴിച്ചു പിടിച്ചാണ്. അങ്ങനെയല്ല ബോസേ, ഉണർന്നിരിക്കുമ്പോഴും സ്വപ്നം കാണണം. അതാണ് യഥാർത്ഥ പ്രണയം എന്ന് രവിവർമ്മ പറഞ്ഞത്. രവിവർമ്മയോ അതോ വള്ളത്തോളോ? സ്വപ്നം കണ്ടില്ലെങ്കിലും വേണ്ടിയില്ല കിടക്കാം. ബോസ് പിന്നെ കൺഫ്യൂസ് ആയി. ബോസ് ഒരു കാര്യം പറയട്ടെ, ഈ സ്നേഹവും കല്യാണമെല്ലാം ഒരു യാത്രയാണ്. യാത്ര സ്നേഹം എന്ന് പറഞ്ഞാൽ ബസ്സിൽ പോകുന്നു, ഇഷ്ടമുള്ളപ്പോൾ നമുക്ക് അതിൽ നിന്ന് ഇറങ്ങിപ്പോകാം. കല്യാണം എന്ന് പറഞ്ഞാൽ അത് ഫ്ലൈറ്റിൽ പോകുന്ന പോലെയാ. നമ്മുടെ ഇഷ്ടപ്രകാരം ഇടയ്ക്കൊന്നും ഇറങ്ങാൻ പറ്റത്തില്ല. ഇറങ്ങിയാ പിന്നെ പെട്ടുപോകും. മനുഷ്യന്റെ ഉറക്കം കളയാൻ വേണ്ടി. പൊന്നമ്മ, നമ്മുടെ ബോഡി ഗാർഡിനെ കാണുന്നില്ലല്ലോ. ആ അങ്ങേര് ലേഡീസ് ഹോസ്റ്റലിലേക്ക് പോയിരിക്കുക. ഇതെന്താടാ നീ എയർപോർട്ടിൽ നിൽക്കുന്ന പോലെ നിൽക്കുന്നത്? ഇല്ല ബോസ്, ഇതിനകത്തുള്ള പേര് കണ്ട് അവരെ ഇങ്ങോട്ട് വരില്ലേ, അതിനാണ് ഈ സെറ്റപ്പ്. ബോസ് ഒരു ഐഡിയ. ബോർഡ് പോയല്ലോ ബോസ്. എന്തിനാവശ്യമില്ല അമ്മക്കുട്ടി എന്നെ വലിച്ചേറി കളഞ്ഞത്? അമ്മുക്കുട്ടി അവളുടെ യഥാർത്ഥ പേരല്ലടാ. അയ്യോ, അങ്ങനെയാണ് ആ പെണ്ണിനെ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? എടാ, ഇപ്പൊ അവൾ എനിക്ക് ഫോൺ ചെയ്യും, ഞാൻ ഇവിടെ നിന്ന് ഫോണിൽ സംസാരിക്കും. ആ സമയം നീ ആരും അറിയാതെ ഹോസ്റ്റലിൽ പോയിട്ട് അവിടെ ഏത് പെണ്ണാണ് ഫോണിൽ സംസാരിക്കുന്നത് അവളുടെ ഫോട്ടോ വേഗം എടുത്തോണ്ട് വരും. അവളായിരിക്കും അമ്മുക്കുട്ടി. അങ്ങനെയാണ് പെണ്ണിനോട് സംസാരിക്കുമ്പോൾ അവളെ ഏത് റൂമിലാണ് ചോദിച്ചു നോക്കണം. ആ സമയത്ത് പോയി ആ പെണ്ണിന്റെ ഫോട്ടോ ഞാൻ എടുക്കാം. ഓക്കെ ബോസ്, ഓക്കെ ബോസ്. ബോസിന്റെ ഫീൽ എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാം. അങ്ങനെയാണ് വേറൊരു കാര്യം ചെയ്യേ, ആ സമയത്ത് അവളുമായി സംസാരിച്ച് അവളെ പുറത്തുകൊണ്ട് പോവാ. അവള് കാണാതെ ഞാൻ ഫോട്ടോ എടുക്കാം. എന്റെ ഭഗവാനെ, ഇവന്റെ നീ എവിടേക്ക് പോവാ? അങ്ങോട്ട് പോടാ. ഓക്കെ ബോസ്, ഓക്കെ ബോസ്, ഓക്കെ ബോസ്, ഓക്കെ ബോസേ, ഞാൻ പോവാ. ഹലോ, കാലത്ത് തന്നെ എന്താ എന്റെ ഹോസ്റ്റലിൽ ഡ്യൂട്ടി? നീ ഈ ഹോസ്റ്റലിലാണോ ഉള്ളത്? അയ്യോ, ഞാനത് ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു. തന്റെ റൂം നമ്പർ എത്രയാ? റൂം നമ്പർ പറയണോ അതോ എന്റെ ഫോൺ നമ്പർ പറയണോ? ഓക്കെ ഓക്കെ, പറയണ്ട പറയണ്ട. ആ, ഞാൻ തന്നെ കണ്ടുപിടിക്കാം. ഉടനെ തന്നെ മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ എങ്ങനെയാ? എപ്പോഴാ കാണണ്ടേന്ന്? നീ എന്നെ പറയാനാ, ഞാൻ പോയി പറഞ്ഞു കൊടുക്കാം. ഞാൻ നിന്നെ കണ്ടു കഴിഞ്ഞില്ലേ? ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ പറ്റില്ലെന്ന്. അങ്ങോട്ട് തിരിഞ്ഞിരിക്കുകയാണല്ലോ, എന്ത് ചെയ്യും? അപ്പുറത്തൂടെ പോയിട്ട് അവളുടെ മുഖത്തിന്റെ ഫോട്ടോ എടുക്കാം. ഞാനിവിടെ ഒന്നും ചെയ്യുന്നില്ല. നീ എന്താ ചെയ്യുന്നെന്നാ ചോദിച്ചേ. I don't want any explanation. What are you doing there? What are you doing there? Explain me. ഇവിടെ എന്താ ഇംഗ്ലീഷ് പടം നടക്കുന്നേ? ഒരു പക്ഷെ ഇവളെങ്ങാനും ആണോ? Okay, okay. ഇവളുടെ ഫോട്ടോ അപ്പുറത്ത് തന്നെ പോയി എടുക്കാം. ഭാഗ്യം ആരുമില്ല ഇവിടെ. എന്തിനാ ഇവിടെ വന്നേ? നിന്നോട് ഞാൻ പറഞ്ഞില്ലേ? ഞാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. പറ്റില്ല. ഞാനില്ല. ഇതെന്താ ഇവിടെ ഫോൺ ചെയ്യൽ മത്സരമാണ് നടക്കുന്നത്? ഓ, മൊത്തം കുഴഞ്ഞു പറഞ്ഞു കിടക്കുവാണല്ലോ ഇവിടെ. ഓ, ഇനി എന്താ ആലോചിക്കാനാ? എല്ലാവരുടെയും ഫോട്ടോ ഒരുമിച്ച് അങ്ങോട്ട് എടുത്തോണ്ട് കൊടുക്കാം. അല്ലാതെ ഞാൻ എന്ത് ചെയ്യാനാ? ബോസ് തന്നെ സെലക്ട് ചെയ്യട്ടെ. ഇതിനിടയ്ക്ക് ഈ സാധനം എവിടുന്ന് വന്നു? എന്റെ പെണ്ണുമ്പോൾ എങ്ങനെ കിടന്ന് കുനിഞ്ഞി ഓടാതെ കെട്ടിട വീടിഞ്ഞു വീഴും. കള്ളൻ എവിടെ? കള്ളൻ 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 എല്ലാരും വാ. ഓ, എന്റെ അമ്മോ, എന്റെ പെണ്ണുമ്പോൾ എന്തിനാ എന്നെ അടിക്കുന്നേ? എടോ, പെമ്പിള്ളാരെ ഫോട്ടോ എടുക്കുന്നത് കൂടാതെ കിസ് ആവശ്യമുണ്ട് നിനക്ക്. ഇവനെ എല്ലാരും കൂടി ചതക്കണേ. അവിടെ എന്താ ശബ്ദം? ആ, ഏതോ ഒരു വട്ട് കേസ് ടെറസിൽ നിന്ന് താഴെ വീണെന്നാ തോന്നുന്നേ. എല്ലാരും കൂടെ പൊക്കിയെടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാ. എന്നാ ശരി, ഞാൻ ഈവനിങ് വിളിക്കാം. അയ്യോ, ഇയാള് വെക്കേണ്ട ആവശ്യമില്ല. സംസാരിച്ചോ സംസാരിച്ചോ സംസാരിച്ചോ, ഒരു കുഴപ്പമില്ലാന്നേ. ഇനി അങ്ങനെ ഈ വഴിക്ക് വന്നാലുണ്ടല്ലോ. ആ, അതെ അതെ അതെ. ഇത് നമ്മുടെ പാർട്ടിയാണല്ലോ. ഇയാള് വൈകിട്ട് വിളിക്കും കേട്ടോ. അയാളുടെ ബോഡിയെങ്കിലും എനിക്ക് താ. ധൃതി വെച്ചിറക്കല്ലേ, എല്ലാം തകർന്ന് കിടക്കുക. ബോസേ, ഇതിപ്പോ എവിടെയാ സ്ഥലം? മൂത്രം ഒഴിക്കാൻ വന്നതാണോ? വീടാണോ? എല്ലാം കലങ്ങി കിടക്കുന്നോണ്ട് തോന്നുവാ. അയ്യോ ചേട്ടാ, എന്തോ? ഞാൻ തന്നെയാ. ഒന്നുമില്ല ഒന്നുമില്ല, ഒന്നുമില്ലെന്നോ? വെറുതെ ഒന്ന് വീണതാ. അടിച്ചും തല്ലിയും വീണതാന്ന് പറ ബോസേ. അപ്പൊ താഴെയല്ലേ വീണേ? താഴെയാ വീണത്. അടിക്കാതെ അടിക്കാതെ എന്ന് ഞാൻ എല്ലാരോടും യാചിച്ചതാ. കാലി വീണത് അവർക്ക് സൗകര്യമായി, അതുകൊണ്ട് എല്ലാരും ചവിട്ടിക്കൂട്ടി എന്നെ പുറത്തിട്ടു. എല്ലാരുമോ? എത്ര പേര്? അടി വാങ്ങിച്ചോണ്ടിരിക്കുമ്പോ എത്ര പേരാന്ന് എണ്ണാൻ പറ്റുമോ? ശ്വാസമെങ്കിലും വിടാൻ പറ്റിയിരുന്നെങ്കിൽ ഒന്ന് എണ്ണായിരുന്നു. അതിലൊരു പൊണ്ണത്തടിച്ച്
കരാട്ട പഠിച്ചിട്ടുണ്ടെന്നാ തോന്നുന്നു. അവളുടെ അടി മുഴുവൻ മർമ്മത്തിലായിരുന്നു. ഇത്രയും വലിയ മുട്ടുകാലം വെച്ചിട്ട് ഒറ്റ കേറ്റ് മണ്ടനോട്ട് ഇവിടെ വരെ വന്നു. ഒന്ന് വായടക്കെ. അടച്ചല്ലോ, അല്ല എല്ലാം കൂടെ വായിക്കൂടെ പുറത്തേ ആടിയനെ. അതിനുശേഷം അതെല്ലാം കൂടി ഇരുന്നിടത്തേക്ക് തന്നെ റീസെറ്റ് ചെയ്യാൻ ഞാൻ പെട്ട പാടേ ദൈവത്തിന് മാത്രം അറിയാം. എന്തിനാ ഇങ്ങനെ അടി വാങ്ങിട്ട് വരുന്നത്? നിങ്ങൾ എന്താ ഈ പറയുന്നത്? അടി എന്താ ഞാൻ പൈസ കൊടുത്ത് വാങ്ങിക്കൊണ്ടാണ് വരുന്നത്? വേണ്ട വേണ്ടെന്ന് പറഞ്ഞാലും ചവിട്ടി കൂട്ടുമല്ലായിരുന്നു. ആ സമയത്ത് നിങ്ങൾ എവിടെയായിരുന്നു? അത് ഒരു പ്രധാനപ്പെട്ട ഫോൺ വന്നു, അതുകൊണ്ട് ഞാൻ ആ ഫോൺ തന്നെ. ആ ഫോൺ കാരണമാ ഇത്രയും പ്രശ്നം ഉണ്ടായത്. ബോസേ ധൈര്യമായിട്ടിരിക്കെ, ബാക്കിയുള്ള ഈ ജീവൻ വെച്ചാണെങ്കിൽ അത് ഞാൻ കണ്ടുപിടിക്കും. ബോസേ, ഓട് തകർന്നാ നമുക്ക് മാറ്റിയിടാം, പക്ഷേ മനസ്സ് തകർന്നാ മാറ്റിയിടാൻ പറ്റില്ലെന്ന് മഹാകവി ശ്യാമപ്രസാദ് പറഞ്ഞിട്ടുണ്ട്. ശ്യാമപ്രസാദ് ആണോ അതോ സത്യനന്ദിക്കാടാണോ? അയ്യോ പാവം ബോസ് പിന്നെയും കൺഫ്യൂസ് ആയി. ബോസ് 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 ആ ഓട് ഇങ്ങോട്ട് എടുക്ക്. മര്യാദക്ക് എടുത്ത് തന്നോണ്ടിരുന്ന വെറുതെ ഞാൻ ടെൻഷൻ എടുപ്പിച്ചു. ബോസ് സ്ട്രോങ് ആയിട്ട് തന്നെ പിടിച്ചോണേ, ദേഷ്യത്തിന് ഇതൊന്ന് വലിച്ചു പറിച്ചോണ്ട് പോയേക്കരുതേ. ഓട് 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 താ ഓട് താ. എന്റെ നാട് മൊത്തം ഇങ്ങ് പോന്നോ?